विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निन्नमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका एक बार फिर से हार्दिक स्वागत है। तो हम आयाम कलाम के बहाने पाठ पढ़ रहे थे। यह किस प्रकार की रचना है? यह एक फिल्मी लेख है। लेखक का नाम है मिहिर पांडे। तो हम आगे देखें। फिल्म में हमारे नायक का असल नाम कलाम नहीं है। ढाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं। उसकी माँ जैसलमेर में किसी सुदूर देहात से आकर उसे भाटी सा की चाय की धड़ी में काम करने के लिए छोड़ जाती हैं। वो अंग्रेज़ी तो क्या हिंदी भी ठीक से नहीं जानती, लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता। वह खुद ही अपना नाम कलाम रख लेता है। इस नाम में उसकी आकांक्षाओं का अक्स है। उसके हाथ की बनाई चाय में जादू है। भाटी सा भी उसकी कलाकारी की वाहवाही करते नहीं थकते। जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं। कलाम सीखने में तेज़ है। झट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है। लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएंगी। दिल्ली में डॉक्टर कलाम हैं, जिनसे मिलकर हमारे कलाम को कुछ कहना है। भी पैराग्राफ നോക്കിയേ। फिल्म में हमारे नायक का असल नाम कलाम नहीं है। സിനിമയിൽ നമ്മുടെ നായകൻ്റെ യഥാർത്ഥ പേര് കലാം എന്നല്ല। ढाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं। അപ്പോൾ ഈ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ കുട്ടികളെയും പോലെ അവനെയും എല്ലാവരും ചോട്ടു എന്നാണ് വിളിച്ചത്. ചോട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ, നമ്മൾ മലയാളത്തിൽ ചെറിയോനെന്ന് വിളിക്കില്ല. ചോട്ടാന്ന് പറഞ്ഞാൽ ചെറുതെന്നാണല്ലോ. ചോട്ടു എന്ന് പറഞ്ഞാൽ ചെറിയവൻ എന്നാണ് അർത്ഥം. ചെറിയോനെന്ന് വിളിക്കുന്ന പോലെ. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे भाटी सा की चाय की धड़ी पर काम करने के लिए छोड़ जाती है। അവൻ്റെ അമ്മ ജയ്സൽമീറിലെ കിസി സുദൂർ ദേഹാത്ത് സെ, ഏതോ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ, ദേഹാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. ഉസെ ഭാട്ടി സാക്കി ചായക്ക് ധടി പർ, ഭാട്ടി സാ എന്ന ആളുടെ ചായക്ക് ധടി, ചായക്ക് ദുക്കാൻ, ചായക്കടയിൽ കാം കർണേ കെ ലിയെ ഛോഡ് ജാത്തി ഹെ, ജോലി ചെയ്യാൻ വേണ്ടി വിട്ടിട്ട് പോകുന്നു. वो अंग्रेज़ी तो क्या हिंदी भी ठीक से नहीं जानती. അവൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും മര്യാദയ്ക്ക് അറിയത്തില്ല. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീനാ ചാഹത്ത. പക്ഷേ നമ്മുടെ ഈ ചോട്ടു ഉണ്ടല്ലോ, അവൻ വെറും ഒരു ചെറിയവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചോട്ടു എന്നവൻ ഒരു ചെറിയവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വഹ് ഖുദ് ഹി അപ്ന നാം കലാം രഖ് ലേത്താ ഹെ. അവൻ സ്വയം തൻ്റെ പേര് കലാം എന്നാക്കുന്നു. ഇസ് നാം മേ ഉസ്കി ആകാംക്ഷാओं का അക്സ് ഹെ. ആ പേരിൽ തന്നെ അവൻ്റെ ആകാംക്ഷ, ആഗ്രഹങ്ങളുടെ അക്സ് ഹെ. അക്സ് എന്ന് പറഞ്ഞാൽ ചിത്രം, റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായോ? അപ്പം ഈ പേരിൽ തന്നെ അവൻ്റെ ആ ആഗ്രഹങ്ങളുടെ പ്രതിഫലനം നമുക്ക് കാണാം. ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ ജാദു ഹെ. അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായയിൽ എന്തുണ്ട്? മാജിക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ നല്ല ഉഗ്രനായിട്ട് ചായ ഉണ്ടാക്കും. ഭാട്ടി സാബി ഉസ്കി കലാകാരി കി വാഹ്വാഹി കർത്തെ നഹി ധക്തെ. അപ്പോൾ ചായക്കടക്കാരനായ ഭാട്ടി സായും അവൻ്റെ കൈപുണ്യത്തെ പ്രശംസിക്കുന്നതിൽ മടുപ്പ് കാട്ടാറില്ല. അപ്പോൾ അയാൾ ഇവനെ നന്നായിട്ട് പ്രശംസിക്കാറുണ്ട്. കലാകാരി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ കരവിരുത്, അതായത് നന്നായിട്ട് ചായ ഉണ്ടാക്കാനുള്ള ആ കഴിവിനെ വാഹ്വാഹീകരണ. വാഹ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരാളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണ് വാഹ്. അപ്പോൾ വാഹ്വാഹീകരണം എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക എന്നാണ്. പ്രശംസിക്കുന്നതിൽ മടുപ്പ് കാണിക്കാറില്ല. ജഗഹ് ഏസി ഹെ. ഈ സ്ഥലം ഇങ്ങനെയുള്ളതാണ്. എങ്ങനെയുള്ളത്?
कि विदेशी टूरिस्ट बहुत आते हैं. വിദേശികളായ ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്ന ഒരു സ്ഥലമാണ്. കലാം സീഖ്നെ മേ തേസ് ഹൈ. കലാം പഠിക്കാൻ വളരെ ഫാസ്റ്റാണ്. തേസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്. ഛട്ട് സെ ഉൻകി ബോലി സീഖ് ജാത്താ ഹൈ. അവൻ പെട്ടെന്ന് തന്നെ, ഛട്ട് സെ എന്ന് പറഞ്ഞാൽ തുരന്ത്, പെട്ടെന്ന് തന്നെ ഉൻകി ബോലി സീഖ് ജാത്താ ഹൈ, അവരുടെ ഭാഷയൊക്കെ അവൻ പഠിക്കുന്നു. और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. പെട്ടെന്ന് തന്നെ വിദേശത്ത് നിന്ന് വന്ന ലൂസി മാഡത്തിൻ്റെ മനവും അവൻ കവരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ പ്രിയപ്പെട്ടവനാവുന്നു. ദിൽ ജീത്തന എന്ന് പറഞ്ഞാൽ മനക്കവരുക എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ലൂസി മാഡമിന് ഇവൻ വളരെ പ്രിയപ്പെട്ടവനായി. ലൂസി മാഡം വാദാ കർത്തി ഹെ കി വേ ഉസേ അപ്നെ സാത്ത് ദില്ലി ലേക്കർ ജായെങ്കി. ലൂസി മാഡം അവന് വാക്ക് കൊടുക്കുന്നു. പ്രോമിസ് ചെയ്യാണ്. വാദാ കർണ എന്ന് പറഞ്ഞാൽ ടു പ്രോമിസ് എന്നാണ്. എന്താണ്? അവനെ ഡൽഹിയിൽ കൊണ്ടുപോകാമെന്ന്. ദില്ലി മേ ഡോക്ടർ കലാം ഹെ. ദില്ലിയിലാണല്ലോ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഉള്ളത്. ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹനാ ഹെ. അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മുടെ ഈ കലാമിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं. कलाम यह जानता है और झट से एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. रणविजय प्रथम पुरस्कार पाता है. इस बीच राणासा के कारिंदे कलाम के घर तलाशी लेने आते हैं और वहाँ कुंवर रणविजय की चीज़ों को पा कलाम पर चोरी का आरोप लगाते हैं. लेकिन कलाम फिर कलाम है. इस झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. यह जानकर कि राणा कुंवर को उससे की दोस्ती की सज़ा देंगे वह चोरी का इल्ज़ाम सह जाता है, पर उन्हें अपनी दोस्ती के बारे में नहीं बताता. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हम नाम डॉक्टर कलाम को दिल्ली जाकर खुद देगा और वह अकेला ही निकल पड़ता है. रास्ते में मुश्किलें हैं लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. അപ്പോൾ ഈ പാരഗ്രാഫും കൂടി നോക്കാം. അവസാനത്തെ പാരഗ്രാഫ്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം रणविजयനോട് അവൻ്റെ സ്കൂളിൽ നിന്ന് ഭാഷൺ देने के लिए कहा जाता है. ഭാഷൺ देना എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നാണ്. പ്രസംഗിക്കാൻ പറയുന്നു. ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുന്നു. रणविजय परेशान है. അവനാകെ ടെൻഷനിലായി. क्योंकि उसकी हिंदी इतनी अच्छी नहीं. അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. कलाम यह जानता है. കലാം ഇതറിയുന്നു. और झट से एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. അവൻ പെട്ടെന്ന് തന്നെ ഒരു പ്രസംഗം എഴുതി തൻ്റെ കൂട്ടുകാരായ रणविजयന് കൊടുക്കുന്നു. रणविजय प्रथम पुरस्कार पाता है. रणविजयന് അതിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നു. പ്രഥം പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എന്നാണ്. ഇസ് ബീച്ച് ഇതിനിടയിൽ രാണാസാക്കെ കാരിന്ദെ അവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ സേവകന്മാർ കലാം കെ ഘർ തലാശി ലേനെ ആത്തെ ഹെ. കലാമിൻ്റെ വീട്ടിൽ സെർച്ച് ചെയ്യാൻ വരുന്നു. കലാമിൻ്റെ വീട്ടിൽ അവരെന്ത് വന്നു? തിരയുന്നു. എന്നിട്ടോ और वहाँ कुंवर रणविजय की चीज़ों को पा. അവിടെ ഈ रणविजयൻ്റെ സാധനങ്ങൾ കണ്ടപ്പം കലാം പർ ചോരി കാ ആരോപ് ലഗാത്തെ ഹെ. അപ്പം അവിടെ ഈ ഗ്രാമമുഖ്യൻ്റെ സേവകന്മാർ അവിടെ വന്ന് കലാമിൻ്റെ വീട്ടിൽ തെരച്ചിൽ നടത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഈ रणविजयൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പം ഉടനെ ഇവൻ്റെ മേലിൽ കളവ് ആരോപിക്കുകയാണ്. ലേക്കിൻ കലാം ഫിർ കലാം ഹെ. പക്ഷേ കലാം വീണ്ടും കലാമാണ്. ഇസ് ഝൂട്ടെ ആരോപ് കെ സാമനെ ഭി അപ്നി ദോസ്തി ക പ്രൺ നഹി തോടുത്ത. ഈ തെറ്റായ ആരോപണത്തിൻ്റെ മുമ്പിലും അവൻ തൻ്റെ സൗഹൃദത്തിൻ്റെ ആ വാക്ക് തെറ്റിക്കുന്നില്ല. കാരണം എന്താണ്? ഈ ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുമായിട്ട് ആ ഗ്രാമമുഖ്യൻ്റെ മകന് കമ്പനി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് അപ്പൻ്റെ ഇന്ന് നല്ല വഴക്ക് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഇവൻ ആ കാര്യം പറഞ്ഞില്ല. യഹ് ജാൻകർ കി റാണ കുവർ കോ ഉസ്സേ കി ദോസ്തി കി സസാ ദേങ്കെ. അപ്പോൾ ആ ഗ്രാമമുഖ്യൻ ഇവനോട് കൂട്ടുകൂടിയവൻ അവനെ ശിക്ഷിക്കും. സസ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ്. വഹ് ചോരി ക ഇൽസാം സഹ് ജാത്താ ഹെ. അവൻ ആ മോഷണത്തിൻ്റെ ആരോപണം സഹിക്കുന്നു. ഇൽസാം എന്ന് പറഞ്ഞാൽ കുറ്റാരോപണം എന്നാണ്. പർ ഉനെ അപ്നി ദോസ്തി കെ ബാരെ മേ നഹി ബതാത്ത. പക്ഷേ അവൻ ആ ഗ്രാമമുഖ്യനോട് തൻ്റെ സൗഹൃദത്തെ പറ്റി പറഞ്ഞില്ല. യഹി വോ തൈ കർത്താ ഹെ കി വഹ അപ്നി ചിട്ടി സീതെ അപ്നെ ഹം നാം
ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. ഇവിടുന്നാണ് അവൻ തീരുമാനിക്കുന്നത്. തൈ കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നാണ്. എന്താണ്? കി വോ അപ്നി ചിട്ടി, തൻ്റെ കത്ത്, സീധെ അപ്പനെ ഹം നാം, അവൻ നേരെ കൊണ്ടുപോയി തൻ്റെ ഹം നാം എന്ന് പറഞ്ഞാൽ സെയിം പേരുള്ള എന്നാണ്, ഒരേ പേരുള്ള. ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ, അവൾ കലാമിന് ഡൽഹിയിൽ പോയിട്ട് സ്വയം കൊടുക്കുമെന്ന്. ഓർ വഹ അക്കേലാ ഹി നിക്കൽ പടുത്താ ഹെ, അവൻ ഒറ്റയ്ക്ക് തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു. രാസ്തേ മേ മുഷ്കിലേ ഹെ, വഴിയിൽ തടസ്സങ്ങളുണ്ട്. ലേക്കിൻ എന്നാൽ കഥാക്കെ അന്ത്മേ, കഥയുടെ അവസാനം കലാം കോ അപ്നി മൻസിൽ മിൽത്തി ഹെ, കലാമിന് തൻ്റെ ജീവിത ലക്ഷ്യം ലഭിക്കുക തന്നെ ചെയ്യുന്നു. ഈ മൻസിൽ എന്ന് പറഞ്ഞാൽ ഗോൾ, ഇംഗ്ലീഷിൽ നമ്മൾ ഗോൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിമി ലേഖ് അയാം കലാം കെ ബഹാനെ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം, അയാം കലാം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ ലേഖകനായ മിഹിർ പാണ്ഡെയ്ക്ക് തൻ്റെ ചെറുപ്പത്തിലെ മോർപാൽ എന്ന ഒരു സുഹൃത്തിനെയും അതുപോലെ അവർ തമ്മിലുള്ള സൗഹൃദത്തെയും ഓർമ്മ വന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള കുറച്ച് സംഭവങ്ങൾ പറയുന്നു. അതിനുശേഷം ഈ സിനിമയിലെ കാര്യങ്ങളും പറയുന്നു. ഇത്രയേ ഉള്ളൂ ഈ ലേഖനത്തിൽ. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേരുകളും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. മിഹിർ പാണ്ഡെ ഓർ മോർപാൽ, അതുപോലെ പിന്നെ ആരൊക്കെയാണ്, കലാം ഓർ രൺവിജയ്. കലാമിൻ്റെ ശരിയായ പേരെന്താണ് ആർക്കും അറിയത്തില്ല. അവനെ എല്ലാവരും ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ചോട്ടു ഉർഫ് കലാം എന്ന് വേണേൽ നമുക്ക് പറയാം. ചോട്ടു എന്ന കലാം. അപ്പോൾ അതാണ് അവൻ്റെ പേര്. ബാക്കിയൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ അവൻ തന്നെയാണ് അവൻ്റെ പേര് കലാം എന്നിടുന്നത്. എന്തിനാണ്? वो राष्ट्रपति APJ अब्दुल कलाम जैसा बनना चाहता है. ओके. और कहानी के अंत में उसे अपनी मंजिल मिलती है. കഥയുടെ അവസാനം കലാമിന് തൻ്റെ ജീവിത ലക്ഷ്യം ലഭിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കത്തെഴുതാൻ ചോദിക്കാം, ഡയറി എഴുതാൻ ചോദിക്കാം, പലരുടെയും ചോദിക്കാം. മോർപാലിൻ്റെ ഡയറി, ലേഖകൻ്റെ ഡയറി, അല്ലെങ്കിൽ രൺവിജയൻ്റെ ഡയറി, കലാമിൻ്റെ ഡയറി, കത്ത്, ഇതൊക്കെ ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു പാഠമാണിത്. ഇതിനകത്തുനിന്ന് നമുക്ക് പട്കഥയുടെ ദൃശ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്ക് സ്കോപ്പുള്ള ഒരു പാഠമാണിത്. അപ്പോൾ നിങ്ങൾ പാഠം നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചിരിക്കണം. ഇതിൻ്റെ മുക്കും മൂലയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എല്ലാ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പം ഇട്ടുതരും. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുകയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്. അൽവിദ.